ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശ മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പിയായ ദോശ കിട്ടാൻ എങ്ങനെയാണ് ദോശ മാവ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഇഡ്ലി റൈസും 1 കപ്പ് പച്ചരിയാണ്. അപ്പോൾ ഇതിന് പകരം ഇഡ്ലി റൈസിന് പകരം 2 കപ്പ് പച്ചരി തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 കപ്പ് ഇഡ്ലി റൈസും ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ഉഴുന്ന്, പിന്നെ 2 ടീസ്പൂൺ കടല, നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന കടല, അതും ചേർത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. വാഷ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ അരയ്ക്കാനെടുക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുതിർത്ത് അവിടെ മാറ്റി വെക്കുക. ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷമാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 4 മണിക്കൂറിന് ശേഷം ഇത് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അരയ്ക്കുമ്പം അതിലേക്ക് 1 കപ്പ് ചോറ് കൂടെ ചേർക്കണം, നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചോറ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചോറില്ലാത്തതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് കഞ്ഞിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച അരി, ഉഴുന്ന് ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചോറും ചേർത്ത് പിന്നെ വെള്ളം ഈ അരിൻ്റെ അതേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയണം, ഇഡ്ലിക്ക് അരയ്ക്കുന്ന പോലെയല്ല, നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു 8-10 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പം അതിലേക്ക് ദോശമാവ് ഒഴിച്ചിട്ട് നോർമലി ദോശ ചുട്ടെടുക്കുന്ന രീതിയിൽ ചുട്ടെടുക്കുക. കളറ് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പം അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ അത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.